പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? ഈ പ്രഭാതവേള നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നുവോ? ചില വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു, ശരിയല്ലേ? സാമ്പത്തിക ശേഷിയിൽ പലർക്കും വെല്ലുവിളികളുണ്ട്. പണത്തിന് എന്ത് ചെയ്യും? ഈ ആവശ്യം എങ്ങനെ പരിഹരിക്കും? കടബാധ്യത എങ്ങനെ നേരിടും? പലിശ അടയ്ക്കണമല്ലോ, EMI അടയ്ക്കണമല്ലോ. എത്ര കാലമായി പണത്തിനുള്ള ബുദ്ധിമുട്ടും ആവശ്യങ്ങളും തീർക്കാനാവാതിരിക്കുന്നു? എന്റെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ് വേദനിക്കുന്ന മനസ്സോടെ ഇരിക്കുകയാണോ നിങ്ങൾ? ഒരു ഭാഗത്ത് നോക്കിയാൽ പണക്കാരൻ കൂടുതൽ പണക്കാരനായിക്കൊണ്ടിരിക്കുന്നു. ചതിക്കുന്നു, ബിസിനസ്സിൽ കള്ളത്തരം കാണിക്കുന്നു, മായം ചേർക്കുന്നു, ജനങ്ങളെ വഞ്ചിക്കുന്നു, അഴിമതി ചെയ്യുന്നു, കൈക്കൂലി വാങ്ങുന്നു, അങ്ങനെയൊക്കെ പണം സമ്പാദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ ചിലരുടെ മനസ്സ് വേദനിക്കുന്നു. കള്ളത്തരം കാണിക്കുന്നവനും വഞ്ചിക്കുന്നവനും നന്നായിരിക്കുന്നുവല്ലോ, കാഴ്ചയ്ക്ക് അങ്ങനെ തോന്നും. പക്ഷേ മനസ്സിലെ വേദന പുറത്ത് കാണുകയില്ല. അപ്പോൾ നമ്മൾ പണം സമ്പാദിക്കരുതെന്നാണോ? പണക്കാരാവരുത് എന്നാണോ? ദൈവം അതല്ല പറയുന്നത്. പണത്തിനോടുള്ള ആർത്തി എല്ലാത്തിന്റെയും അടിസ്ഥാനമായിരിക്കുന്നു. പണം തെറ്റല്ല, പണത്തിനോടുള്ള ആർത്തിയാണ് തെറ്റ്. എങ്ങനെയെങ്കിലും സമ്പാദിക്കണം, പണക്കാരനാകണം, അതാണ് ദൈവം പറയുന്നത്. നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കരുത്, പണക്കാരനാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. അതെന്താ അങ്ങനെ പറയുന്നത്? പിന്നെന്താണ് വഴി? അപ്പോൾ നമ്മൾ സമ്പന്നരാവരുത് എന്നാണോ? ഒരു വചനം വായിക്കാം. സദൃശവാക്യം 10:22 യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല. നിങ്ങളെ സമ്പന്നരാക്കി അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അബ്രഹാമിനെ അനുഗ്രഹിച്ചു, ഇസഹാക്കിനെ അനുഗ്രഹിച്ചു, യാക്കോബിനെ അനുഗ്രഹിച്ചു, ഇയ്യോബിനെ അനുഗ്രഹിച്ചു. ഇന്ന് ദൈവം ധാരാളം ജനങ്ങളെ അനുഗ്രഹിച്ച് സമ്പന്നരാക്കിയിരിക്കുന്നു. സമ്പന്നരാവുന്നത് പാപമല്ല. എന്നാൽ പണക്കൊതി കൊണ്ട് ഞാൻ പണക്കാരനാവണമെന്ന് രാവും പകലും ഏതെങ്കിലും തരത്തിൽ പണക്കാരനാവണം എന്ന് കരുതി തെറ്റുകൾ ചെയ്യുന്നില്ലേ? അതാണ് ആപത്തുണ്ടാക്കുന്നത്. എന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ ഉള്ള സമ്പന്നതയില്ലേ, അതിന് വേദനയുണ്ടാവില്ല. സമാധാനത്തോടെ, സന്തോഷത്തോടെ, മനോല്ലാസത്തോടെ ഇരിക്കാം. എന്നാൽ നമുക്ക് സമ്പത്തുണ്ടാക്കാൻ സാത്താനും സാധിക്കും. എന്താണ് പറയുന്നത് എന്ന് ചിന്തിക്കുകയാണോ? സാത്താനല്ലേ ഈ ലോകത്തിന്റെ അധിപൻ? അവൻ സകലതും കൈക്കുള്ളിൽ വെച്ചിരിക്കുന്നു. പണവും പദവിയും ഉയർച്ചയും സാത്താന് നൽകാൻ സാധിക്കും. പ്രശസ്തി, അതാണ് പലരും പണവും പ്രശസ്തിയും ഉണ്ടായാൽ ദൈവം അവരുടെ ഭാഗത്താണ് എന്ന് വിചാരിക്കുന്നു. അല്ല, സാത്താൻ നിങ്ങളുടെ ഭാഗത്തിരുന്ന് പണവും പ്രശസ്തിയും തന്ന് നിങ്ങളെ വഞ്ചിച്ച് പാപത്തിനടിമകളാക്കുകയാണ്. എന്നാൽ മനസ്സിനകത്ത് സമാധാനമുണ്ടാവില്ല, സന്തോഷമുണ്ടാവുകയില്ല, ഭാവി ജീവിതത്തെക്കുറിച്ചൊരു പ്രത്യാശ ഉണ്ടാവില്ല. ജീവിച്ചു പോകുന്നു എന്ന് ജീവിക്കുകയാകും. പുറമേ സംസാരിക്കുമ്പോൾ വീരത്തോടെ സംസാരിക്കും. അതല്ല സത്യം. അവരുടെ മനസ്സിന്റെ ആഴത്തിൽ ഒരു ദുഃഖം, ഒരു വേദന, ഒരു നഷ്ടം, ഒരു കുറവുണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച് സമ്പന്നരാക്കി മാറ്റുമ്പോൾ, വീടും നിലവും സൗകര്യങ്ങളും തരുമ്പോൾ അതിലൊരു സമാധാനമുണ്ടാകും. ഇതെല്ലാം ദൈവം എനിക്ക് തന്ന അനുഗ്രഹമാണ്, സത്യസന്ധമായി തന്ന ആശീർവാദം. യഹോവയുടെ അനുഗ്രഹം നേരുള്ളതായിരിക്കും. മോഷ്ടിക്കുന്നതും കള്ളത്തരം കാണിക്കുന്നതും യഹോവയുടെ അനുഗ്രഹത്തിന് വകയുണ്ടാക്കില്ല. അതുകൊണ്ട് യഹോവയുടെ അനുഗ്രഹത്തെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന സമ്പന്നതയില്ലേ, പോരായ്മകളില്ലാത്ത ഒരു ജീവിതം, അതായത് മനസംതൃപ്തിയുള്ള ഒരു ജീവിതം, അതാണ് യഥാർത്ഥത്തിലുള്ള ആശീർവാദം. നിങ്ങൾക്ക് പണം വേണോ, ആശീർവാദം വേണോ? നിങ്ങൾക്ക് സമ്പത്ത് വേണോ, ദൈവത്തിന്റെ ആശീർവാദം വേണോ? ദൈവത്തോട് എനിക്ക് അങ്ങയുടെ ആശീർവാദം വേണമെന്ന് ചോദിക്കൂ. ദൈവം അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ വരുമാനത്തിൽ അനുഗ്രഹം, നിങ്ങളുടെ ബിസിനസ്സിൽ അനുഗ്രഹം, നിങ്ങളുടെ പ്രവൃത്തികളിലെല്ലാം അനുഗ്രഹം, ജോലിയിൽ ഉയർച്ച, ആ അനുഗ്രഹത്തിൽ ഒരു സമാധാനവും സന്തോഷവും, ദൈവം കൂടെയിരുന്ന് അനുഗ്രഹിക്കുന്നു എന്ന സംതൃപ്തി ഉണ്ടാകും. എന്നാൽ പണക്കാരനാവണമെന്ന് കരുതി നിങ്ങൾ രാവും പകലും പ്രാർത്ഥിക്കാതെ, ബൈബിൾ വായിക്കാതെ, ദൈവത്തെ അന്വേഷിക്കാതെ, എന്റെ ശക്തി, എന്റെ അധ്വാനം, എന്റെ സുഹൃത്ത്, എന്റെ കൂട്ടുകാരൻ അവൻ ചെയ്യുന്നു, ഇവൻ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്തു മുന്നേറുന്നു എന്ന് എന്തൊക്കെയോ കുറുക്ക് വഴികളെ ചെയ്തു നോക്കുന്നു. എന്നാൽ അതൊരു ദിവസം നിങ്ങളെ ഈ ലോകത്തിൽ അപമാനിതനാക്കി നിർത്തും. ഇന്ത്യയിൽ കണ്ടിട്ടില്ലേ എത്രയോ പേര് അനേകായിരം കോടി രൂപ നമ്മുടെ നികുതിപ്പണത്തെ അടിച്ചുമാറ്റി വലിയ പണക്കാരനായ എല്ലാവരും നാണിച്ച് നാട്ടിൽ നിന്നും ഓടിപ്പോയില്ലേ? ഇന്നവൻ കള്ളനാണ് എന്ന് എല്ലാവരും പറഞ്ഞ് അപമാനിക്കപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തവൻ ഷോ കാണിച്ച് നടക്കുന്നുണ്ടാകും, അതൊന്നുമല്ല സത്യം. എന്നാൽ നേരുള്ളവരായിരുന്ന് യഹോവ തരുന്ന ആശീർവാദത്തോടെ ജീവിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും സ്വസ്ഥതയും മറ്റുള്ളവർക്ക് അനുഗ്രഹമുള്ളവരാകാനും സാധിക്കും. അതാണ് ദൈവം പറയുന്നത്, യഹോവയുടെ അനുഗ്രഹത്താൽ ഉണ്ടാവുന്ന സമ്പത്ത്.
ചോദിക്കൂ, കർത്താവെ, അങ്ങനെ ആശീർവദിക്കണേ. എന്റെ ജോലിയിലും ബിസിനസ്സിലും വരുമാനത്തിലും എന്നെ അനുഗ്രഹിക്കണേ. അങ്ങയുടെ അനുഗ്രഹം മതി എനിക്ക് എന്ന് പറയൂ. ആ അനുഗ്രഹം നിറഞ്ഞു കവിയും. ശരിയല്ലേ? നിങ്ങൾ പണത്തിന് ബുദ്ധിമുട്ടും ദാരിദ്ര്യവും അനുഭവിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അതിൽ നിന്നും വിടുവിച്ച് കടമില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, അന്നന്നത്തെ ആവശ്യങ്ങൾ നേരിടുന്ന ഒരു സമ്പൂർണ്ണ ജീവിതം ദൈവം തരും. അതിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ആശീർവാദം എന്നെ സമ്പന്നനാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പണം സമ്പാദിക്കണം, സമ്പന്നനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ അനുഗ്രഹം എനിക്ക് വേണം. എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. പൂർണ്ണ അനുഗ്രഹത്തെയും സമാധാനത്തെയും തരയണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ